സ്തോത്രം സ്തോത്രം. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. സാം നമ്പർ 36, 36 സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിക്കാം. സാം നമ്പർ 36 36 സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. യഹോവേ, നിൻ്റെ ദയ ആകാശത്തോളം, നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. ദൈവമേ, നിൻ്റെ ദയ എത്ര വലിയേറിയത്! മനുഷ്യപുത്രന്മാർ നിൻ്റെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ, നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഇവിടുത്തെ വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. നിങ്ങളുടെ കാലിന് നേരെ വരുത്തരുതേ, ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നുമില്ല. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നാം വായിച്ചത്, നിന്നെ അറിയുന്നവർക്ക് നിൻ്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് നിൻ്റെ നീതിയും ദീർഘമാക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവത്തെ അറിയുന്നവർക്ക് എന്തുണ്ട്? ദൈവത്തെ അറിയുന്നവർക്ക് എന്തുണ്ട്? ദൈവത്തിൻ്റെ ദയയുണ്ട്. ദൈവത്തെ അറിയുന്നവർക്ക് ദൈവത്തിൻ്റെ ദയയുണ്ട്. അവനെ അറിയേണ്ട പോലെ ഹല്ലേലൂയ, ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് അവൻ്റെ ദയ അവരെ ചുറ്റി പരിപാലിക്കും. ഹല്ലേലൂയ. ഏതവസ്ഥകൾ കൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവേ, ഹല്ലേലൂയ, നിന്നെ അറിയുവാൻ, നിൻ്റെ പ്രവൃത്തിയോടടുത്ത് ജീവിപ്പാൻ കർത്താവേ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോടടുത്ത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയോടടുത്ത് ഇന്ന് കാലം മറ്റേതിനേക്കാളും കർത്താവേ നിൻ്റെ പ്രവൃത്തിയോടടുത്ത് ഞങ്ങൾ മുന്നേറുവാനിടയാക്കണമേ. നിന്നെ അറിയുന്നവർക്ക് നിൻ്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് those who are innocent in their mind, hallelujah. ഹൃദയ പരമാർത്ഥികൾക്ക് എന്തുണ്ട്? നിൻ്റെ നീതിയും ദീർഘമാക്കണമേ. ഇന്ന് പകൽക്കാല ഹൃദയ പരമാർത്ഥതയോടെ ദൈവസന്നിധി സ്തുതി സ്തോത്രങ്ങളെ അർപ്പിപ്പാനിടയായി തീരട്ടെ. മറ്റൊരു മറയും കൂടാതെ ഹൃദയപരമാർത്ഥത്തോടെ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പാകെയുണ്ട്. ഹൃദയപരമാർത്ഥത്തോടെ പ്രാഗൽഭ്യത്തോടെ കർത്താവിലേക്ക് കൈനീട്ടുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ. മറ്റൊന്നുമല്ല കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ, നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ കർത്താവെ. ഇന്ന് പോലെ കാല നിഷ്കളങ്കയോടെ കർത്താവിനെ സേവിക്കുവാൻ, ഹൃദയപരമാർത്ഥയോടെ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ഇന്ന് പോലെ കാലം നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഹല്ലേലൂയ വിട്ടിട്ട് നമുക്കൊരനുഭവമില്ല, ഒരനുഗ്രഹമില്ല. അവനോടടുത്ത് ഹല്ലേലൂയ, അവനോടടുത്ത് ജീവിപ്പാൻ, ഹല്ലേലൂയ, അവൻ്റെ പ്രവൃത്തികളിൽ തന്നെ അധിവസിപ്പാൻ ഇന്ന് പോലെ കാലം ഇടയായി തീരട്ടെ. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാൻ കർത്താവേ, നിന്നെ അന്വേഷിക്കുവാൻ, നിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് നടപ്പാൻ എന്നെ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദുഷ്ടന്മാരവരെങ്ങനെയായിത്തീരും? ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. അവർക്ക് എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. അവർ ക്ഷീണിച്ചു പോകും, അവർ ക്ഷയിച്ചു പോകും. എന്നാൽ ദൈവത്തെ അറിയുന്നവർക്ക്, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവർക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് നിശ്ചയമായി ദൈവത്തിൻ്റെ ദയ അവരുടെ മേലുണ്ട്. ഇന്ന് പല കാലം ഇതേ അവസ്ഥകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഇല്ല, ദൈവത്തിൻ്റെ ദയ എൻ്റെ മേലുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ട് ദൈവത്തിൻ്റെ ദയ. അതേക്ക് വേണ്ടി വീണ്ടും നമ്മളെ തന്നെ ദൈവസനിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് പോലെ കാലം എൻ്റെ ജീവിതത്തിന്മേൽ അവിടെ നയിക്കണമേ. എൻ്റെ വിഷയങ്ങളെ ദൈവരങ്ങളിൽ താഴ്ത്തുന്നു കർത്താവ്. എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഞാനാകേണ്ട പോലെ തീരുവാൻ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം കർത്താവ് എന്നെ സമർപ്പിക്കുന്നെന്ന് ദൈവത്തോട് നമുക്ക് പറയാം. നിശ്ചയമായി നമ്മളെ സഹായിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. ഏതവസ്ഥകളുടെ നടുവിൽ നമ്മോട് കൂടെ ഉണ്ടെന്ന് വാക്തത ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ
കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത നാഥൻ്റെ സാമീപ്യം, നാഥൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമുക്ക് മതിയായ ദൈവമാണ്. അവസ്ഥകളിൽ കൂടെയിരുന്ന് നമ്മളെ സഹായിപ്പാനിടയായി തീരും. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം, ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവേ, അങ്ങ് ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് കർത്താവേ നാമത്തിന് മഹത്വം കരേറ്റുവാൻ, സ്തുതി കരേറ്റുവാൻ ഞങ്ങളെ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നിന്നെ അറിയുന്നതുകൊണ്ട് കർത്താവേ, നിന്റെ പ്രവൃത്തിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദോഷമല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിന്നെ അറിയുന്തോറും കർത്താവ് നിന്റെ ദയ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ. ഇന്ന് പോൽക്കാലം നിന്നെ അറിയുന്നവരായി നിന്റെ പ്രവൃത്തിയോട് ചേർന്ന് നടപ്പുവാൻ ഞങ്ങളെ എവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. കൂട്ടിക്കൊണ്ട ദൈവങ്ങൾക്കായി സ്തോത്രം, ദൈവാസന്മാർക്കായി സ്തോത്രം കർത്താവേ. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ മുമ്പാകെ കർത്താവേ, ഞങ്ങളുടെ മേശയിൽ നിന്ന് കർത്താവേ ഞങ്ങൾ പങ്കാളികളാകുവാൻ ഞങ്ങളെ തന്നെ കർത്താവിനത്തിന് മുമ്പാകെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ശോധന കഴിച്ചുകൊണ്ട് കർത്താവ് സൃഷ്ടി പങ്കാളികളാവും ഞങ്ങളെ ഒരുക്കണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുന്ന് കർത്താവെ വീണ്ടും കർത്താവ് ഞങ്ങളെ ഇവിടുന്ന് അനുഗ്രഹിക്കണം. കുഞ്ഞുകുട്ടി എല്ലാവരെയും കർത്താവെ ഒരുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കർത്താവേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന എവിടുന്ന് കേട്ടിരിക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം അർപ്പിച്ച് നമുക്ക് ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ പല കാലം കൂടെ ദിവസത്തിൽ നമുക്ക് കടന്നു വന്ന് ദൈവം ചെയ്ത ഹല്ലേലൂയ നന്മകളെ, ദൈവം ചെയ്ത വിടുതലുകളുടെ ദിവസത്തിൽ ഹല്ലേലൂയ നമുക്ക് പറയുവാനും കർത്താവ് ചെയ്ത വിടുതലനുസരിച്ച് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കരയേറ്റുവാൻ കർത്താവ് നമുക്ക് ചെയ്യുന്നുവല്ലോ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സെഷനിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസക്കാലം ഹല്ലേലൂയ ദിവസത്തിൽ നമുക്കായിരിക്കാനും ദൈവത്തിൻ്റെ ആലോചനകളെ ഏറ്റെടുക്കാനും കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ വെള്ളിയാഴ്ച ഹല്ലേലൂയ വൈകിട്ട് നമുക്ക് ഹല്ലേലൂയ ഗുഡ് പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് വർഗീസിൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് വചനം ശ്രവിപ്പാനിടയായി. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. വിവിധ മേഖലകളിൽ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചനയെ നമുക്കറിയിപ്പാനിടയായി. ഇന്നലത്തെ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പ്രതീഷ് പാസ്റ്റർ കൂടെയും ഹല്ലേലൂയ നമുക്ക് ആവശ്യമാകുന്ന ദൈവികമായ ആലോചനകളെ കേൾപ്പാനിടയായി. ഹല്ലേലൂയ വീണ്ടും നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ നാം സമർപ്പണത്തോടെ ഹല്ലേലൂയ ആയിരിക്കാം. ഹല്ലേലൂയ പ്രാരംഭ സെഷനിൽ തന്നെ സംഗീതത്തിൻ്റെ കൂടെ തന്നെ ഹല്ലേലൂയ കർത്താവിൻ്റെ മേശയിലേക്ക് കടപ്പാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കും പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ശുശ്രൂഷ പാകുവാക്കുള്ളതിനിടയായി തീരട്ടെ. ഹല്ലേലൂയ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ പാസ്റ്റർ തോമസ് വർഗീസ് ഹല്ലേലൂയ കുടുംബം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയയിലായിട്ട് കർത്താവിൻ്റെ ദാസൻ നിന്നും വനത്തുനിന്ന് ഹല്ലേലൂയ നമുക്ക് ചിന്തകൾ ലഭിക്കാനിടയായി തീരട്ടെ. ഹല്ലേലൂയ കർത്താവ് സഹായിക്കട്ടെ. പ്രതീഷ് പാസ്റ്റർ അതുപോലെ മറ്റ് കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വേഗത്തിൽ നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ 36-ാം സങ്കീർത്തനം അവിടെ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം അവിടെ ആ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ യഹോവയുടെ ദാസനായ. ഹല്ലേലൂയ അവിടെ നമുക്ക് ചിന്തിക്കാം, ഡേവിഡ് വാസ് എ സെർവൻറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതൊക്കെയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ കൂടെ വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ ദാവീദിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അനുഭവങ്ങൾ അവിടെ കാണാൻ സാധിക്കുമെങ്കിലും ഹല്ലേലൂയ ഈ സങ്കീർത്തൻ്റെ പശ്ചാത്തലം അതിൻ്റെ 36-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ഹല്ലേലൂയ ചില അനുഭവങ്ങളെ നമുക്ക് ഹല്ലേലൂയ ഒരുമിച്ച് ചിന്തിപ്പാനിടയായി തീരട്ടെ. 36-ന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ 1-ാം വചനത്തിൽ തന്നെ നമ്മൾ കാണാൻ സാധിക്കും, ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഒന്ന് ദുഷ്ടൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അനുഭവമാണ്. അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? പാപത്തിൻ്റെ ഉദ്ദേശം. ദർ ആർ ദി തോട്ട്സ് ഓഫ് സിൻ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഇംഗ്ലീഷ് വേർഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദി വിക്കഡ് സെയ്ത്ത് വിത്തിൻ മൈ ഹാർട്ട് ആൻഡ് ദർ ഇസ് നോ ഫിയർ ഓഫ് ഗോഡ് ബിഫോർ ഹിസ് ഐസ്. ദർ ഈസ് നോ ഫിയർ ഓഫ് ഗോഡ്. എന്താണത് കാണിക്കുന്നത്? ദൈവഭയം
എപ്രകാരമാണ് ദൈവത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഹല്ലേലൂയ ഫാസ്റ്റിംഗ് പ്രാരംഭ സെഷൻ കർത്താവിദാസനോട് കേൾക്കാനിടയായി. ഈ ദൈവഭയം ഉള്ളിലുള്ളപ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ കൂടെ അവൻ നേരിടേണ്ട വരുന്ന സന്ദർഭങ്ങളിൽ അവൻ എങ്ങനെയായിരിക്കും, അവനെ തന്നെ അവൻ സൂക്ഷിക്കുകയും ദൈവസന്നിധിയിൽ അവൻ വിധേയപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. യോസേപ്പിൻ്റെ ജീവിതവുമായിട്ട് ഹല്ലേലൂയ കർത്താവിദാസന് കൂടെ നാം കേട്ടു. ഹല്ലേലൂയ യോസേപ്പിൻ്റെ ജീവിതം ഹല്ലേലൂയ അവൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ അവൻ ഹല്ലേലൂയ മുന്നോട്ട് പോയപ്പോഴും അനവധി എതിർപ്പുകൾ പ്രതിസന്ധികൾ അവൻ്റെ മുമ്പിൽ വന്നപ്പോഴും അവൻ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ ഭയത്തോടെ സേവിക്കുന്നവനായിരുന്നു യോസേപ്പ്. ഹല്ലേലൂയ സാഹചര്യങ്ങൾ അനുസരിച്ച് കാലാവസ്ഥ മാറുന്നത് പോലെ ഒരു മാറ്റം അവനിൽ സാഹചര്യങ്ങളുടെ പിരിമുറുക്കം അനുസരിച്ച് മാറുകയല്ലായിരുന്നു, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ അവൻ സൂക്ഷിച്ചിരുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഒരു ദൈവ ഭയമുള്ളവനായാണ് അവനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിശ്ചയമായിട്ടും ഹല്ലേലൂയ പാപസങ്കുലമായ ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവ ഭയത്തോടുകൂടി ഒരുവന് യാത്ര ചെയ്യുന്നതിന് മാത്രമേ പാപത്തിൽ നിന്നുള്ള ജയം ഹല്ലേലൂയ ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ദുഷ്ടൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? പാപത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ഉദ്ദേശം, ആ തോട്ടുകൾ, ആ ഹല്ലേലൂയ വഴികൾ അവനെ കൊണ്ട് എത്തിക്കുന്നത് എവിടേക്കാണ്? ഹല്ലേലൂയ. എവിടേക്കാണ് അവനെ കൊണ്ട് ചെല്ലുന്നത്? ഹല്ലേലൂയ. അവനെ യഥാർത്ഥമായ അനുഭവങ്ങളിലേക്കല്ല അവനെ കൊണ്ട് എത്തിക്കുന്നത്. അവൻ്റെ ഡെസ്റ്റിനി അവസാനിക്കുന്നത് ഹല്ലേലൂയ തീരാ നിരാശയിലേക്കും പാപത്തിൻ്റെ പെടുകുഴിയിൽ പെട്ടുകൊണ്ട് അവനെ തിരികെ വരുവാൻ പറ്റാത്തതുപോലെയുള്ള അവസ്ഥയിലേക്ക് അവൻ ആഴ്ന്നു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പാപത്തിൻ്റെ വഴികളിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി അർപ്പിക്കാനുള്ള ഹല്ലേലൂയ ഇടയായി തീരട്ടെ. കർത്താവേ ഹല്ലേലൂയ, അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങയുടെ വഴികളിൽ ജീവിപ്പാൻ കർത്താവേ എന്നെ സമർപ്പിക്കുന്നെന്ന് ഒരു സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം ഇടയായി തീരട്ടെ. ഇന്നലെ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസ പ്രതിഷ്ഠ കൂടെ നമുക്ക് കേട്ടു. മോശയുടെ ജീവിതം ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിൽ മോശയുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം അത് പുറമേ ഹല്ലേലൂയ സ്കിന്നിലോ മുഖത്തോ വന്നൊരു വ്യത്യാസമല്ല. ആറ്റിറ്റ്യൂഡിനകത്ത് മോശ സംസാരിക്കുമ്പോൾ, മോശ ഇടപെടുന്നിടത്തെല്ലാം ആ വ്യത്യാസങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. ഒരിക്കൽ ഭയന്നോടിയ ഹല്ലേലൂയ മോശ ദൈവവുമായിട്ടുള്ള മുഖാമുഖമായിട്ടുള്ള ആ ബന്ധത്തിൽ ഹല്ലേലൂയ ഈ പ്രകാരം അവൻ്റെ ജീവിതത്തിലെ ആറ്റിറ്റ്യൂഡുകൾ മാറുവാൻ ഇടയായി തീർന്നെങ്കിൽ ദൈവമക്കളെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നാം നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിത രീതികളിൽ ഹല്ലേലൂയ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി മാറ്റപ്പെടുകയാണോ? ഓ ഹല്ലേലൂയ, ആ ദൈവത്തെ ആണോ ഞാൻ എല്ലാ വിഷയങ്ങളുടെ നടുവിൽ കാണുന്നത്? അതോ ഹല്ലേലൂയ എനിക്ക് ചുറ്റുമുള്ള വിഷയങ്ങളെയാണോ ഞാൻ ദർശിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം നാം സ്വയം പരിശോധന നടത്തണം. മോശയുടെ ജീവിതം മറിയുവാനിടയായി. ദൈവത്തിൻ്റെ ആ ഇടപെടൽ തൻ്റെ രീതികളിൽ, തൻ്റെ വാക്കുകളിൽ ഹല്ലേലൂയ ധൈര്യത്തോടെയുള്ള വാക്കുകൾ ഉയർന്നു വരികയാ. പ്രതീക്ഷയുടെ വാക്കുകളെല്ലാം അസ്തമിക്കുമ്പോൾ ഒരുവനെ ഹല്ലേലൂയ നിലനിർത്തുന്നത് ഒരുവൻ്റെ സംസാരത്തിൽ, ഒരുവൻ്റെ ഇടപാടിൽ, ഒരുവൻ്റെ രീതികളിലെല്ലാം വ്യത്യാസം വെളിപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ്റെ ദുഷ്ടൻ്റെ ജീവിതം എങ്ങനെയാണ് കാണാൻ? അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ദൈവഭയമില്ലാത്ത ഒരനുഭവമായി മാറ്റപ്പെടുന്നു. എന്നോട് ചേർന്ന് അവിടെ കാണാൻ സാധിക്കും, തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. എന്താണ് തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നത്? അവനെ തന്നെ അങ്ങ് സാറ്റിസ്ഫൈ ആകുക. ഓ, എനിക്കെന്താ കുറവ്? എനിക്ക് കുറവൊന്നുമില്ല. ഞാൻ മറ്റുള്ളവരുമായിട്ട് ഞാൻ തുലനം ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വലിയ പാപങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ ശ്രേഷ്ഠനാണല്ലോ.
ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണല്ലോ. ഞാൻ അങ്ങനെ വലിയ ക്രിമിനൽ അറ്റാക്കുകളോ മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ പോകുന്നതോ മറ്റുള്ളവനെ ഇടിച്ച് താഴെയിടുന്നതോ മറ്റുള്ളവനെ നമ്മുടെ ദൃഷ്ടിയിൽ വരുന്ന വലിയ വലിയ ക്രിമിനലായ ആക്ട്സുകളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഞാനൊരു സാധുവാണല്ലോ, ഹല്ലേലൂയ, ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തിരികൽ എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അവൻ തന്നിൽ തന്നെ സംതൃപ്തി അണയുവാൻ നോക്കുകയാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിൽ തന്നെ അവൻ മധുരവാക്ക് പറയുക. ദൈവമക്കളെ, അങ്ങനെ ഒരു അവസ്ഥയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ദിനംതോറും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ പൂർണ്ണമാകുകയുള്ളൂ. നല്ല പൽക്കാലം നാം കേട്ടു, മറ്റാര് ഹാലിൽ നമ്മുടെ തലയെ കൈവച്ച് പറയുന്നതിനേക്കാളും അവരവർ തന്നെ ഹൃദയംഗമായി ഒന്ന് കാണുന്നെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം എവിടെ വരെ എത്തപ്പെട്ട് നിൽക്കുന്നു, ഇനിയും ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്നിൽ കൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നെന്ന് അവരവർ തന്നെ ഒന്ന് സ്വയം പരിശോധന ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാരും നമ്മുടെ തലയെ കൊണ്ട് കൈവച്ചല്ലിട്ടല്ല, കർത്താവേ എനിക്ക് എന്നെ അറിയാം എവിടെ വരെ ആയിട്ടുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഹല്ലേലൂയ അങ്ങയുടെ മുഖത്ത് നോക്കി ഇറങ്ങിയതാണ്. ഓ ടിൽ ദിസ് സ്റ്റെപ്പ്, ഞാൻ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്ന ഈ ഘട്ടം വരെയും ഞാൻ എവിടെ വരെ ചേർന്നിട്ടുണ്ട്. അങ്ങയുടെ ഹിതം ഇന്നലെ നാം കേട്ടു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹിതം അത് തിരിച്ചറിയേണ്ടതിന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മറ്റൊരാൾ തലയെ പിടിച്ചിട്ട് കുലുക്കി മറിച്ചല്ല ഹിതം അറിയുന്നത്. അവരവർ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവഹിതം ഒരുവനിൽ കൂടെ പുറത്തേക്ക് വരുമെന്ന്. ആരും മറിച്ചിട്ട് തിരിച്ചിട്ടല്ല ദൈവഹിതം വെളിപ്പെടേണ്ടത്. ഇതുപോലെ കാലം ആരും നിന്നെ മറിച്ചിട്ടിട്ടല്ല നീ ദൈവഹിതം അന്വേഷിക്കേണ്ടത്. നിന്നിൽ കൂടെ തന്നെ ദൈവം പ്രവർത്തിക്കൂ. മറ്റാരുടെ സഹായം കൂടാതെ നിന്നെ തന്നെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ, വിത്തൗട്ട് എനിബഡീസ് ഹെൽപ്പ്, ദൈവഹിതം നിന്റെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. അത് അന്വേഷിച്ച് നീ നടക്കണ്ട. ഇന്ന ആളെടുത്ത് പോയി എൻ്റെ തലയിൽ പിടിക്കെന്ന് പറയണ്ട. നീ താഴ്ത്തി കൊടുക്കുമെന്നെങ്കിൽ നീ മനസ്സ് പുതുക്കുവാൻ, കർത്താവേ എൻ്റെ മനസ്സിൻ്റെ നിലവാരത്തെ നീ അറിയുന്നു, എൻ്റെ ഹൃദയത്തെ നീ അറിയുന്നപ്പാ, എന്നെ പണിയണമേ, നിന്റെ പ്രവർത്തിക്കായി എന്നെ താഴ്ത്തുകയാണ്. ഞാൻ ആ കണ്ടുപോലാകാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി അങ്ങയുടെ ചൂടുകളിൽ തന്നെയാണോ ഞാൻ യാത്ര ചെയ്തത്? Am I, hallelujah, reaching, hallelujah, oh hallelujah, am I really going through the path of the gold? Hallelujah, children of God, we have to examine ourselves. Am I really hearing the word of God? Am I really responding to the word of God? Am I following at the cross? Hallelujah, hallelujah, hallelujah. ഇന്ന് പോൽക്കാലം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക. നിശ്ചയമായി അവനെ അന്വേഷിക്കുന്നവരാണോ? അവൻ്റെ പ്രവൃത്തി നമ്മളിലുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം എനിക്ക് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ? അവൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ സഞ്ചരിക്കുന്നുണ്ടോ? എൻ്റെ എല്ലാ വഴികളിലും അവനെ തന്നെയാണോ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നത്? ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാനല്ല ആഗ്രഹിക്കുന്നത്. Am I really following you, Lord? Or sometimes, hallelujah, when the problems comes, I am just coming before the Lord. Hallelujah, ഒന്ന് പ്രാർത്ഥിച്ച് hallelujah എനിക്കൊരു വിഷയമുണ്ടെന്ന് മാത്രമല്ല, ഞാൻ നിരന്തരമായി എൻ്റെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ? എനിക്ക് വിഷയങ്ങളില്ലാത്തപ്പോഴും, വിഷയങ്ങളുള്ളപ്പോൾ മാത്രമല്ല അപ്പോൾ പ്രാർത്ഥിക്കണമെന്നല്ല, പ്രാർത്ഥിക്കണം, എന്നാൽ എപ്പോഴും നിരന്തരമായി ഞാൻ അവൻ്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ? Am I really seeking the face of God? Oh, in my day-to-day life, hallelujah, am I really following him? Am I really following the truth? പലപ്പോഴും നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വഴികളെ വിട്ട് പല ചിന്തകളിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. ക്രിമിനൽ വർക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. അതല്ല ഇവിടെ പറയുന്നത്. പാപത്തിൻ്റെ ഉദ്ദേശം നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം.
അതും എന്താണ്? പാപ ഉദ്ദേശമായി തീരുക. നമ്മൾ ഞാൻ ഇന്ന ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഇന്ന എടുത്തു പോയി ഇന്ന ഒന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ള അർഹിക്കുന്നതാ പാപത്തിൻ്റെ ഉദ്ദേശം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ വേസ് ട്രാൻസ്ലേഷൻ്റെ വേറൊരു ഹല്ലേലൂയ വേഴ്സിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഇല്ല, ആ വഴികൾ തെറ്റി ഓടുകയാണ്. വഴി തെറ്റി യാത്ര തിരിക്കുന്ന, വഴി മാറി സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ഒരുവൻ വഴി തെറ്റി, ഹല്ലേലൂയ, മിസ്സിങ് ദ ട്രൂത്ത്, മിസ്സിങ് ദ ടാർഗറ്റ്, അണേബിൾ ടു റീച്ച് ദ ടാർഗറ്റ്. എവിടെയോ സ്റ്റക്കായി നിൽക്കുക. പലരും പറയത്തില്ല എന്തോ ഒരു കുഴപ്പം കാണുന്നല്ലോ. ചില പറയത്തില്ല എന്തോ ഒരു കുഴപ്പം. ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് എന്തോ ഒരു കുഴപ്പം. എന്തോ കുഴപ്പമെന്ന് പറയുന്നത്? ബ്രദറെ ഭയങ്കര ഇരുട്ട് കാണുന്നല്ലോ. എന്തോ ഇരുട്ട്? ബ്രദറെ ഭയങ്കര ഇരുട്ട് കാണുന്നല്ലോ. ഈ ഇരുട്ടൊക്കെ മാറാനുള്ളതേ ഉള്ളൂ. When we come before the Lord, are we really seeking the face of the God? അവൻ്റെ മുമ്പാകെ മാറാത്തതായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ താഴ്ത്തി കൊടുക്കുക. അപ്പാ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കാം. അവൻ്റെ ദയയുണ്ട്, അവൻ്റെ കരുണയുണ്ട്, അവൻ്റെ വിശ്വസ്തതയുണ്ട്. പക്ഷേ അവനെ ഹല്ലേലൂയ കരങ്ങളിലേക്ക് നാം താഴ്ത്തി കൊടുക്കണം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വരുന്ന വാക്യങ്ങളിൽ കൂടെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ദൈവമേ നിൻ്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിൻ്റെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിൻ്റെ ദയ എത്ര വലുത്. ദൈവത്തിൻ്റെ ദയയോട് തുല്യമാക്കുവാനായിട്ട് മറ്റൊന്നിന് സാധ്യമല്ല. ദൈവത്തിൻ്റെ കരുതലിനോട് തുല്യമാക്കുവാൻ മറ്റൊന്നിന് സാധ്യമല്ല. മറ്റൊന്നും കൊണ്ട് നമുക്ക് ആ ദയ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധ്യമല്ല. മനുഷ്യൻ്റെ ഒരു കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുവാൻ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് വേണ്ടി സകലതും ഏറ്റെടുത്തുകൊണ്ടാണ്. Many of the times, hallelujah, the wicked, they lowers the estimation of the God. They lowers. അവരെന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ താഴെക്കടയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? വൈസ് വേഴ്സ, ദേ ആർ ബ്രിങ്ങിങ് ദ ഹ്യൂമൻ വേസ് ഇൻ ദെയർ ഓൺ വേസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികളെ മറച്ചുകൊണ്ട് മാനുഷികമായ വഴികളെ, ബുദ്ധികളെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഇല്ല, ദൈവപ്രസാദമായി എന്നിൽ കൂടെയുള്ള വഴികൾ, കർത്താവേ നിനക്ക് പ്രസാദമുള്ള വഴി മതി, നിനക്ക് പ്രസാദമുള്ള വഴി എന്നിൽ കൂടെ വെളിപ്പെട്ടാൽ മതിയെന്ന് ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായി ആ ദൈവത്തിൻ്റെ പ്രസാദപ്രകാരമുള്ള വഴികൾ കൂടെ നമ്മളെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് സ്നേഹിച്ചത്, നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയത് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാനാണ്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാനാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവം നമ്മളെ സ്നേഹിച്ചത്, ഹല്ലേലൂയ, 2-ാം അധ്യായം, ഹല്ലേലൂയ, എഫേസ്യ ലേഖനത്തിൽ കടന്നു വരാം. നമ്മളെ എപ്രകാരമാണ് കർത്താവ് സ്നേഹിച്ചത്, എന്നെ അവൻ എത്രമാത്രമാണ് അവൻ ദയ കാണിച്ചത്, എത്രമാത്രമാണ് എന്നോട് കരുണ കാണിച്ചത്, എത്രമാത്രമാണ് എന്നെ സ്നേഹിച്ചെന്നറിയണമെങ്കിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കടന്നു വരാം. അവിടെ എങ്ങനെയായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ, അതിക്രമങ്ങളിൽ, പാപങ്ങളിൽ, വഴി ബുദ്ധിമുട്ടിലേക്കായി തടസ്സപ്പെട്ടു, ദൈവഹിതപ്രകാരമല്ല പോകുന്നത്, ദൈവിക വഴികളിൽ കൂടെ അല്ല യാത്ര ചെയ്യുന്നത്, അവിടെ ഉദ്ദേശശുദ്ധിയെല്ലാം നഷ്ടപ്പെട്ടവരായി സകലരും തീർന്നിരിക്കുകയാണ്. സകലരും മാറിക്കഴിഞ്ഞു. അതിനകത്ത് യഹൂദനെന്നില്ല, ഇവനെന്നില്ല, സകലരും ഒരുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി അഥവാ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് അടുത്തു വരുവാൻ കഴിയാതെ അവരുടെ സൽപ്രവർത്തികൾ കൊണ്ടോ, അവരർപ്പിക്കുന്നത് കൊണ്ടോ, അവർ കൊടുക്കുന്നത് കൊണ്ടോ, അവരെന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ, നല്ല വസ്ത്രം ഇടുന്നത് കൊണ്ടോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദാനങ്ങൾ കൊടുക്കുന്നത്
കൊടുക്കുന്നത് കൊണ്ടോ ഒന്നും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല. ഒന്നും ഡിമാൻഡ് ചെയ്ത് ഹല്ലേലൂയ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. നോ വൺ ക്യാൻ ഡിമാൻഡ് ഓഫ് എനിത്തിങ്. ഹല്ലേലൂയ. ഒരിക്കലും ഇന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ഇന്ന പാരമ്പര്യത്തിലായതുകൊണ്ട്, ഇന്ന ആളായതുകൊണ്ട് ലഭിക്കുന്നതല്ല ഈ ദൈവത്തിൻ്റെ കൃപ. അതുപോലെ ഈ ദൈവത്തിന്റെ കൃപ ഇന്ന പാരമ്പര്യത്തിൽ ജനിച്ചത് കൊണ്ടോ, ഇന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന പാരമ്പര്യത്തിൽ ഞാൻ ആയിത്തീരുന്നുണ്ടോ, മറ്റേതെങ്കിലും കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ, ക്രിയകൾ കൊണ്ടോ ലഭിക്കുന്നതല്ല ഈ ദൈവകൃപ. അതുപോലെ കാലം ദൈവത്തിൻ്റെ കൃപ അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? അവിടെ ഒന്നും ഡിമാൻഡായിട്ട് വെക്കുവാൻ, പകരം കൊടുക്കുവാൻ, കുറേ പൈസ കൊടുത്ത്, കുറേ അധികാരം കൊടുത്ത്, കുറേ എന്തെങ്കിലും കാര്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്ല എനിക്കിത് സദാർത്ഥമാക്കുവാൻ ലഭ്യമായി തീർന്നത്. പിന്നെ എങ്ങനെയാ എനിക്ക് ലഭ്യമായി തീർന്നത്? അവൻ്റെ മഹാ കരുണ നിമിത്തം അവിടെ കാണാൻ സാധിക്കും. എന്നെ സ്നേഹിച്ച് നല്ലമാക്കി കരുണാസമ്പന്നനായ ദൈവമോ, കരുണാസമ്പന്നനായ ദൈവമോ, അവൻ എന്നെ സ്നേഹിച്ചത് മുഖാന്തരം എന്ന് പറഞ്ഞാൽ ബൈ കെയർ ഓഫ് എന്ന് വെക്കാൻ അവിടെ ഒന്നുമില്ല. ഇന്ന കെയർ ഓഫിലായത് കിട്ടിയെന്ന് പറയാനായിട്ട് ഒരു കെയർ ഓഫ് അവിടെ ഹല്ലേലൂയയോട് അനുവദിച്ചിട്ടില്ല. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തോ. മഹാസ്നേഹം ഇവിടെ കിട്ടുമോ? അത് ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഇവിടെ എത്ര കൂട്ടുകാരുണ്ടെങ്കിലും ഈ മഹാസ്നേഹം കിട്ടത്തില്ല. ഇവിടെ എത്ര സഹായിക്കാന്ന് പറഞ്ഞാൽ ഈ മഹാസ്നേഹം കിട്ടത്തില്ല. ഇവിടെ എത്ര നിന്നെ സഹായിക്കാന്ന് പറഞ്ഞാലും, എത്ര നിന്നെ ഹല്ലേലൂയ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞാലും ഈ മഹാസ്നേഹത്തിനൊപ്പമായി തീരത്തില്ല. നമുക്ക് വേണ്ടി ക്രൂശിൽ ഒഴുക്കി തന്ന മഹാസ്നേഹത്തിനെ ഓർക്കുമ്പോൾ, മഹാസ്നേഹത്തിനായി കർത്താവേ ഇനി ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളോട് കർത്താവ് കാണിച്ച മഹാസ്നേഹത്തിനായി ഞങ്ങൾ ലക്ഷ്യം തെറ്റിയവരായിരുന്നു. ഞങ്ങൾ കർത്താവ് മാർഗം തെറ്റിയവരായി യാത്ര ചെയ്തവരായിരുന്നു. വി ആർ ജസ്റ്റ് മിസ്സിംഗ് ദ ട്രൂത്ത് ആൻഡ് വി ആർ ജസ്റ്റ് ടെല്ലിങ് ദാറ്റ് വി ഹാവ് എവരിത്തിങ്. ഞങ്ങളെല്ലാം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ നടന്നവരാണ്, നമ്മൾ പ്രവർത്തിച്ചവരാണ്. ഇല്ല, we are missing the truth and we are walking in the wicked ways. That's for everyone. എല്ലാവരും. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മളെ സ്നേഹിച്ചത്. ആ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്നൊരു പാട്ടിൻ്റെ ഈരടികൾ പാടി നമുക്ക് കൃഷ്ണനെ ധ്യാനിക്കാം. കർത്താവേ, the man is imperfect, the Lord is perfect. That's why he has brought us salvation only through the grace. ദൈവത്തിൻ്റെ ആ കൃപ, ആ കൃപാധനം ഇന്ന് കാലം മറ്റൊന്നും കൊണ്ടും അത് സാധ്യമായി തീർന്നില്ല. മാനവരാശിക്ക് മറ്റൊന്നും സാധ്യമായി തീർന്നില്ല. മനുഷ്യൻ്റെ കഴിവുകൾക്കോ, മനുഷ്യൻ്റെ ചെയ്വനകൾക്കോ, മനുഷ്യൻ്റെ പണത്തിനോ, മനുഷ്യൻ്റെ അധികാരത്തിനോ ഒന്നും സാധ്യമായി തീർന്നില്ല. ദൈവത്തിൻ്റെ ദയ, അവൻ്റെ കരുണയെ ഓർക്കാൻ നമുക്ക്. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഹല്ലേലൂയ പങ്കപാടുകളെ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ